റെസ്പെക്റ്റഡ് ചെയർമാൻ, ബാക്കി ചീഫ് ഗസ്റ്റ്, ഡോക്ടർ ഷഫീഖ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മൈത്ര ഹോസ്പിറ്റലിലെ ഇത്രയും പ്രിയപ്പെട്ട സ്റ്റാഫ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 2024 എന്നെ സംബന്ധിച്ച് കുറച്ചധികം ഹെൽത്തിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത്, സ്ഥിരമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത്, അങ്ങനെയാണ് ഞാൻ 2024 മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. 2025 തുടങ്ങിയപ്പോൾ തൊട്ട് കുറച്ച് പ്രശ്നങ്ങളായി തുടങ്ങി. ന്യൂ ഇയറിൻ്റെ അന്ന് പോലും പോയതാണ്. പറയുന്ന പോലെ മാസം റിലീസ് മാറിയിട്ട് ഇപ്പോൾ ആഴ്ചയിൽ സിനിമ റിലീസാകുന്ന അവസ്ഥയിലായി. മന്ത്ലി സ്റ്റാർട്ട് വന്നിട്ട് ഇപ്പോൾ വീക്ക്ലി സ്റ്റാർട്ട് വിളിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിട്ട് മാറിയപ്പോൾ ഭയങ്കര തിരക്കായി പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഹെൽത്തൊന്നും മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് ഫുഡൊന്നും സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല, നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ഹൃദയത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മൈത്ര ഹോസ്പിറ്റലിൽ നിന്ന് ഹൃദ്രോഗ വിഭാഗത്തിൻ്റെ ഉള്ളിലാണ് ഒരു വിളി വന്നത്. അപ്പോൾ എനിക്കും സന്തോഷമായി. കാരണം എന്തായാലും ഞാൻ എന്തെങ്കിലും ചെയ്യണം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല അവസരം. അത് മാത്രമല്ല, ഈ ചികിത്സയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെയുള്ള കുറേ ഹൃദയങ്ങൾക്ക് ഒരു സന്തോഷമാകും എന്ന് വിചാരിച്ചപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. ഹൃദയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൃദയത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് ഡോക്ടർ ഷഫീഖ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഡോക്ടേഴ്സും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്നേക്കാൾ നന്നായിട്ട് അറിയാം, എനിക്ക് നന്നായിട്ട് ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയമാണ്. 24 മണിക്കൂറിൽ പടാന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു ഉപകരണവും ഒരു അവയവവും ഇത്രയും നന്നായിട്ട് പണിയെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഹൃദയത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അത്രയും തന്നെ നമ്മൾ റിസർച്ചും മെഡിക്കൽ സയൻസിലെ റിസർച്ചും ഈ പറയുന്ന വളരെ അപ്ഡേറ്റ് ആയിട്ട് അപ്സ്കിൽ ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സും ഡിപ്പാർട്ട്മെൻറ്റ്സും അത്യാവശ്യമാണ്. ഈ പറയുന്ന ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഹൃദയത്തിന് വേണ്ടി നമ്മൾ അത്രയെങ്കിലും ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ്. ഇപ്പോൾ ഡോക്ടർ ഷഫീഖൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ വളരെ എവിഡൻ്റ് ആണ്. ഞാൻ ഇന്നലെ തൊട്ട് അദ്ദേഹത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറൽ എന്താണ് വാൽവ് എന്ന് പറയുമ്പോൾ ഇതിനെ ഞാൻ സംശയം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെ എനിക്കൊന്ന് ആനിമേഷൻ വീഡിയോ കാണിച്ചിരുന്നു. അതായത് ഇത് ഹൃദയം എനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ കൊള്ളാം. അപ്പോൾ അത്രയും പാഷനേറ്റ് ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നതും. മോർ ദാൻ ജസ്റ്റ് എ ജോബ്, ഇതൊരു പാഷനായിട്ട് മാറുമ്പോഴാണ് ഇപ്പോൾ ഇതിൻ്റെ ഓണർ നൽകുന്നത് സാർ, ഫൈസൽ സാർ മുതൽ എല്ലാവരും ആ പാഷനോടെയാണ് ഇതിനെ സമീപിക്കുന്നത്.